മാറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. മാറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരുണ്ടെന്നെ നടത്താൻ, ഒരിക്കലും പിരിയാതെ അടുത്തിരിപ്പാൻ വൻകൃപയും തിരുമുഖവും തന്നെ. മാറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. മാറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. കേഴുന്നില്ല ജനം നടുങ്ങുന്നില്ല, പാടുന്നു ഞാൻ പക്ഷി പറവയെപ്പോൽ. കേഴുന്നു ഞാൻ തിരുപാദങ്ങളിൽ, പദവിയല്ലോ നിൻ പിതൃസ്നേഹം. മാറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. മാറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അളകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല രാത്രിക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ ഹല്ലേലൂയ, എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, എത്ര സ്തുതിച്ചാലും മതി വരില്ല കർത്താവേ. അപ്പോൾ 2024 ആരംഭമാസം മുതൽ അവസാന ദിവസം വരെയും ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളുടെ ദൈവത്തിന് ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെക്കാൾ നല്ലവരെ, പ്രഗത്ഭരെ, പ്രായം കുറഞ്ഞവർ, വിദ്യാസമ്പന്നര്, ശ്രേഷ്ഠരായവരൊക്കെ മൺമറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഭൂമിയുടെ പരപ്പിൽ തന്നെ ആയുസ്സും ആരോഗ്യമോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെടുത്ത വചനം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നടത്തിയ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം ചെയ്യുവാൻ കർത്താവേ കൃപയാൽ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അടിയങ്ങൾക്ക് തരുമാറാകണം. എൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന പകൽക്കാലമായി തീരുവാൻ സഹായിക്കുമാറാകണം. എൻ്റെ കർത്താവിനെ സാക്ഷിക്കുന്ന പകൽക്കാലമായി തീരുവാൻ സഹായിക്കുമാറാകണം. നന്ദിയുള്ള ഹൃദയമടിയങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടിയുമായി ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹോവാ നല്ലവനല്ലോ, അവൻ്റെ ദൈവത്തിലേക്കുമുള്ളതെന്ന് പാടുവാൻ തക്കണം പിന്നെയും കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കരഞ്ഞ പല വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാ, ഞങ്ങളെ മാനിച്ച ദൈവമാ, അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുക കർത്താവേ. വീണ്ടും ഹല്ലേലൂയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടൊരു പുതുവത്സരത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കണം സ്വർഗം ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപ നിറഞ്ഞ ഹല്ലേലൂയ അനുഗ്രഹമുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള, സൗഖ്യമുള്ള എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് നിറയുന്ന ഒരു പുതുവർഷക്കാലം ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കഷ്ടങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ സഹിക്കവയ്യാത്തൊന്നും നൽകിത്തരാതെ ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണമേ. ഇന്നുവരെയും ഭൂമിയുടെ പരപ്പിൽ ഞങ്ങളെ പരിപാലിച്ച ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, ആഗ്രഹങ്ങൾ അറിഞ്ഞ് മാനിച്ച ദൈവമേ, ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെയിരുന്ന കർത്താവേ, ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവശക്തനാണ്. ഞങ്ങൾക്ക് മറ്റാരുമില്ലപ്പാ, ഞങ്ങൾ മറ്റൊരുത്തലിലും ആശ്രയിക്കുന്നില്ല കർത്താവേ.
ഞങ്ങൾക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുകയാണ്. ഞങ്ങളുടെ സഹായക്കാരൻ ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണം. രോഗദുഃഖാദി പകർച്ചവ്യാധി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. എല്ലാ വാഹനത്തിലും വഴിയാത്രയിലും കൂടെ ഇരിക്കുമാറാകണം. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരം ചേർത്ത് പിടിച്ചു കൊള്ളുമാറാകണം. ആമേൻ. ഒരുവിധ പ്രയാസ പ്രതികൂലം ആർക്കും ഉണ്ടാകാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗ്ഗമെല്ലാ മക്കളെയും പരിപാലിച്ചാട്ട് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. നാഥാ, ഇന്ന് വരെ ഞങ്ങളെ സംരക്ഷിച്ച ദൈവം നീ മാത്രമാകിയാൽ സ്തോത്രം. വീണ്ടും ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുകൊള്ളണമേ കർത്താവേ. സൗഖ്യത്തോടെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പഠനത്തെ മാനിക്കണമേ. പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയമൊരുക്കണമേ. വീണ്ടും പഠനത്തിനായിട്ട് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. നീ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജനുവരി മാസത്തിലൊക്കെ ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റ് വിവിധ കോഴ്സുകളുടെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചന് ഓർമ്മശക്തിയും ബുദ്ധിയും അവർക്ക് കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. അവർക്ക് നല്ല ജയം നൽകി മാനിക്കുമാറാകണം. ആഗ്രഹിക്കുന്ന വിധങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങളെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഞങ്ങളുടെ സന്നിധിയിലായി ഇരുന്നിട്ടുള്ളവരാരും ലജ്ജിച്ചു പാനിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു കഷ്ടത്തിൽ ഞങ്ങളെ വിടുവിച്ചെന്ന് പറയുവാൻ തക്കണം. കൃപയാൽ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ജയത്തോടെ നടത്തണേ. പ്രത്യേകിച്ച് വിദേശ രാജ്യത്തൊക്കെ കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. മെഡിക്കലിന് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൻ്റെ വാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കുമാറാകണം. എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവയും അവർക്ക് തുറന്നു കൊടുത്തേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് ശക്തീകരിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ കർത്താവേ. ഒരിക്കലും പറ്റാത്ത നീരുറവ് എൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തുതിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിച്ചാട്ട്. വീണ്ടും ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവമർക്കത്ത് മാസന്തികോളം കൂടിയിരുന്ന് സുഖപ്രസവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ അപ്പച്ച. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നവർക്ക് തലചായ്ക്കാൻ ഭവനമൊരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതം ചെയ്യണമേ. അത് പണികളെയൊക്കെ പൂർത്തീകരിച്ച് കയറി പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ എല്ലാ ഉപജനമാർഗത്തെയും സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒന്നിനും കുറവുകൂടാതെ ഓരോ മക്കളെയും ജയത്തോടെ നടത്തണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. ബിസിനസ്സിൽ ചില തകർച്ചകൾ അനുഭവപ്പെട്ട് വേദനയോടെ കാത്തിരിക്കുന്ന ജീവിതങ്ങൾ, എന്നാൽ അവരുടെ ബിസിനസ്സിനെയൊക്കെയും കർത്താവ് ഉയർത്തിയെടുക്കാൻ കഴിവുള്ള ദൈവമാ. കഷ്ടനഷ്ടം കൂടാതെ സന്തോഷത്തോടെ ദൈവകൃപയോടെ സമൃദ്ധിയോടെ തൻ്റെ മക്കളായിത്തീരുവാൻ സ്വർഗം അവിടുന്ന് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിച്ചതിലും ഉപരിയായി സ്വർഗ്ഗത്തിലെ ദൈവം ഓരോ മക്കളെയും നടത്തണമേ കർത്താവ്. ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് അത്ഭുതവും അതിശയമായി കരം പിടിച്ച് എൻ്റെ അപ്പൻ തൻ്റെ മക്കളെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. സകല ഭാരവും ഒഴിഞ്ഞ് സ്വസ്ഥരായി കാണപ്പെടുവാൻ കൃപയാൽ സഹായിച്ചാട്ട് കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് ഓരോ മക്കളെയും നിറയ്ക്കണമെന്ന് ഒടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്നവർ, എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവമേ മാനസാന്തരം നൽകണമേ. ഓരോ മക്കളോടും കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനാഥരെയും വിധവകളെയും രോഗികളെയും ദുഃഖത്തിലെയും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. സഹോദരങ്ങളെ ഓർക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ ഓർക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കണം. അരുതാത്തതിലൊന്നും ആരും വകപെട്ടുവാൻ അനുവദിക്കല്ല. ദുഷ്ട പിശാച് കാണാതെ വണ്ണം കാൽവരിച്ച കോട്ടകളിൽ ഓരോ മക്കളെയും മറയ്ക്കണമെന്നേ കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി വിശ്വസ്തയോടെ ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. നന്ദി, നന്ദി, നന്ദി കർത്താവ്. പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സൗഖ്യം കാത്തു കിടക്കുകയാണ്. അപ്പോൾ ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന തൻ്റെ മക്കളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദാവീദ് പുത്രാ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഹാലേലുയ. നന്ദി പിതാവേ, നന്ദി. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവരെ, ബ്ലീഡിംഗ് ഉള്ളവരെ, കർത്താവേ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവരെ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഓപ്പറേഷന് വിധേയപ്പെടുന്നവർ, ഓപ്പറേഷന് കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, എൻ്റെ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, അപ്പാ സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, എൻ്റെ കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങൾ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖ സംബന്ധമായ പല രോഗങ്ങളുള്ളവർ എല്ലാം കർത്താപ്പച്ചൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള ജീവിതങ്ങൾ, എൻ്റെ കർത്താവേ, നീ അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, സൗഖ്യത്തിൻ്റെ ദൈവമാ, അദൃശ്യമാർന്ന കരം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും രോഗികളായി അലയുവാൻ, വലയുവാൻ, കഷ്ടമനുഭവിപ്പാൻ, അതിവേദനപ്പെടുവാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യത്തെ ഓരോ മക്കൾക്കും ദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അദൃശ്യമാർന്ന കരം ഓരോ മക്കളെയും തൊട്ടാട്ട് പൂർണ്ണമായും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഓരോ ഭവനങ്ങളെയും ഞങ്ങൾ ഓർക്കുക കർത്താവേ. അവിടുത്തെ ആശ്വാസം ഓരോ മക്കൾക്കും നൽകണമേ. പ്രത്യാശയോടെ ജീവിപ്പാനിടയാക്കണമേ. അങ്ങനെ എല്ലാ പ്രാർത്ഥന വിഷയം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളും ഉണ്ട് കർത്താവേ. അവരുടെ മേലും അത്ഭുതത്തിൻ്റെ കരം വയ്ക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിനായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം കാനാവിലെ കല്യാണം പോലെ ഒന്നിനും കുറവ് കൂടാതെ സകലതും കർത്താവ് അനുഗ്രഹിച്ച് ഓരോ മക്കൾക്ക് നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. എല്ലാ മഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.